മോളെ ഹൃദയ, എന്താ വലിയ ഇതൊക്കെ? ഇന്നലെ രാത്രി നിന്നെ ഞങ്ങൾ കുറെ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓഫീസ് നമ്പർ ഇവിടുത്തെ കലണ്ടറിൽ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഓഫീസ് തുറക്കാതെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. വലിയ കാര്യം പറ, അച്ഛനെവിടെ? ഹൃദയ, ഇന്നലെ തുളസി മനുവിനെ കുറെ തല്ലി. അവളെ പേടിച്ചിട്ട് മനു വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അവനെ കണ്ടുകൊണ്ട് വന്ന നിന്റെ അച്ഛൻ അവനെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടി. പോയ പോക്കിൽ നമ്മുടെ മുരുകന്റെ പറമ്പില്ലേ, അവിടെ ഒരു പൊട്ടക്കിണറുണ്ടല്ലോ. മനു ആ വഴിയെ ഓടിയത്. മനു അതിൽ വീഴാതിരിക്കാൻ നിന്റെ അച്ഛൻ അവനെ വലിച്ചു തള്ളി. മനു അവിടെ കിടന്നൊരു കല്ലിൽ തലതല്ലി വീണു. അവനിപ്പോൾ ICUവില. മനുവിനെ വലിച്ചിട്ട ഊക്കിന് നിന്റെ അച്ഛൻ കിണറ്റിൽ വീണു. ആരും അറിഞ്ഞില്ല. സംഭവം അറിഞ്ഞ അച്ഛനെ പുറത്തെടുത്തപ്പോഴേക്കും കല്ലെടുക്കും കളിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകുവിടർത്തുമിന്നച്ഛൻ, പുഞ്ചിരിച്ചിറകുവിടർത്തുമിന്നച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനും കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. ഹർഷിൽ നിന്നുണ്ടായ വേദനയിൽ നിന്ന് കരകയറാൻ പോലും സാധിക്കാഞ്ഞ താൻ എങ്ങനെയാണോ അച്ഛന്റെ ഭരണം ഉൾക്കൊണ്ടത്? ഒരടി ഓക്കെ, നമുക്ക് സഹിക്കാം. ഒരടിയുടെ ആഘാതം മാറും മുൻപേ 2ഉം 3ഉം അടി കിട്ടിയാലോ? അതും മാംസം ഇളകുന്ന രീതിയിലുള്ള അടി കൂടിയാണെങ്കിൽ. ഹൃദയ, നീ ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നാൽ എല്ലാം ശരിയാകൂ? എന്തിനു വല്യച്ഛ? ഞാനിനി ആർക്കു വേണ്ടിയാ ജീവിക്കണ്ടേ? ഓരോന്നും പറഞ്ഞ് അവന്റെ ആത്മാവിനെയും കൂടെ വേദനിപ്പിക്കരുത്. നീ കർമ്മങ്ങൾ ബാക്കി നിൽക്കുക. നിന്നെ അവൻ കാണുന്നുണ്ട്. അമ്മയില്ലാത്ത വേദന നിന്നെ അറിയിക്കാതെ വളർത്തിയതാ അവൻ. നിന്റെ കണ്ണൊന്നും നിറയുന്നത് പോലും അവന് സഹിക്കില്ല. അച്ഛനെ ഓർത്തെങ്കിലും എന്റെ മോള് വന്ന് 2 പിടിയെങ്കിലും കഴിക്കും. വാ വല്യച്ഛ. മനുവേട്ടൻ അവന് ഇതുവരെയും ബോധം തെളിഞ്ഞിട്ടില്ല. ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്. തുളസിക്ക് അവൻ മരിച്ചാലും കുഴപ്പമില്ലെന്ന മട്ട. എന്റെ ജന്മമാണോ എന്തോ അവളുടെ. വല്യച്ഛൻ വീട്ടിൽ പോകുന്നില്ലേ? വല്യമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ? കൂട്ടിന് പൊടിമോളുണ്ട്. അവള് പോയില്ലേ? ചടങ്ങെല്ലാം കഴിഞ്ഞേ പോകൂ. വല്യച്ഛൻ പോക്കോ? എനിക്കിവിടെ ഒറ്റയ്ക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. 16 കഴിയട്ടെ, എന്നിട്ട് ഞാൻ ആലോചിക്കാം. ഏതോ കളിയരങ്ങിൻ നായികയല്ലോ നീ, സ്നേഹം തേടും മായാമോഹമരീചിക നീയറിയാതെ നിൻ ചലനങ്ങളിലായിരമഴലിൻ തിരനോട്ടം മോഹവാടികയിൽ വീണ
നല്ലോ നീ സ്നേഹം തേടും ഹൃദയ, മനുവിനെ കൊണ്ടുവന്നു. ഹൃദയ, നീ എവിടാ ഓടുന്നേ? പറയുന്നൊന്ന് കേൾക്ക്. മനുവേട്ടാ, മനുവേട്ടാ, അമ്മുവാ. മനുവേട്ടാ, മനു, ആ ഇഞ്ചക്ഷൻ എടുക്ക്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ നീ ഓടിയതെന്തിനാ? അവന് ബോധം വന്നതിന് ശേഷം ഇങ്ങനെ ഭയങ്കര അക്രമവാസന, ബ്രെയിൻ ഇഞ്ചുറിയുടെ എഫക്റ്റാണ്. അവനിപ്പോൾ എല്ലാവരും ശത്രുക്കളാണ്. ആരെ കണ്ടാലും അവനെ ആക്രമിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. എന്നെ കണ്ടാലോ? പറയല്ലേ അച്ഛ, അമ്മു അമ്മൂന്ന് പറഞ്ഞു നടന്ന മനുവേട്ടന് ഞാനും ശത്രുവായോ? മോളെ, ഈ നാശം പിടിച്ചവനെ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ജനിച്ചപ്പോൾ മുതൽ എനിക്ക് തലവേദന തന്നിച്ചുള്ളൂ. ഇപ്പോൾ മിണ്ടരുത് നീ. ഇപ്പോഴുള്ള അവന്റെ അവസ്ഥയ്ക്ക് കാരണം നീ മാത്രമാണ്. മോളെ ഹൃദയ, നീ വീട്ടിൽ പോ. ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് രണ്ട് പെൺപിള്ളേരാ. മൂത്തോളെ കെട്ടിച്ചതിന്റെ ബാധ്യത കുറഞ്ഞു വരുന്നേ ഉള്ളൂ. ഇനി അവളെയും കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. ഹൃദയ പിന്നെ ഒറ്റയ്ക്കാക്കാനോ? അവളും എന്റെ മോളാടി. മോളായിട്ട് കൊണ്ടുനടക്കോ സ്നേഹിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിൽക്കണ്ട. അവക്ക് പ്രായമേ 27. ഉടനെ കല്യാണം നോക്കണ്ടേ? വെറുതെ അങ്ങ് കെട്ടിച്ചയക്കാൻ പറ്റുമോ? നിങ്ങൾ വെറുതെ മണ്ടത്തരം ഒന്നും കാണിക്കണ്ട. എടി, കല്യാണം കഴിപ്പിക്കാൻ അവളൊന്നുമില്ലെങ്കിൽ ഒരു ജോലിക്കാരിയല്ലേ? അച്ഛ, മോളെ ഒറ്റയ്ക്കാക്കി അല്ലേ? മനുവേട്ടനും എന്നെ വേണ്ടാന്ന്. വലിയൊരു ഭാരമാകാൻ എനിക്ക് വയ്യ. ഒന്നുമില്ലെങ്കിൽ അലീസിനെങ്കിലും എന്നോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലായല്ലോ, അത് മതി. ആരുടെയും ജീവിതത്തിന്റെ അനാവശ്യമായ ഒരു ഏടാകാൻ ഞാനില്ല. ഞാൻ പോകും അച്ഛ. അമ്മയില്ലാത്ത ഈ വീട്ടിൽ അച്ഛന് ജീവിക്കാൻ ഞാനെങ്കിലും ഉണ്ടായിരുന്നു. നിങ്ങൾ ആരും ഇല്ലാത്ത ഈ വീട് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലും. എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയിച്ചിട്ടില്ല. ഭൂമി വിശാലായിട്ട് കിടക്കുമല്ലേ, പോകും വരെ പോകാം അല്ലേ? என் தலை கேடு
உன் தடம் போடுற எதிராடுற என்னடி மாயாவினி என்னல மாத்துற அந்தரமாகுற என் நிஜம் காட்டுற பட்ட கத்தி தூக்கி இப்போ மிட்டா நறுக்கிற விட்டா நஞ்சவாரியும் பட்டாக்கு இருக்கிற ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് ഇറങ്ങാം. ഇനി വണ്ടി കോയമ്പത്തൂരെ നിർത്തൂ. അതിനി ആര്? തന്റെ കാലൻ. അയ്യോ സോറി. ഒരു സോറി ഇല്ല. കഥ പറച്ചില ഞാനങ്ങ് നിർത്തി. താനുമായിട്ട് ഞാനിനി ശരിയാവില്ല. എടോ അങ്ങനെ പറയല്ലേ, ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ. കൊണ്ട് പുഴുങ്ങിത്തില്ല തന്റെ ക്യൂരിയോസിറ്റി. അത് പ്രയാസമായിരിക്കും. നടക്കുന്നത് കഥ ബാക്കി പറയുന്നതാ. അത് തനിക്കല്ലേ ചെയ്യാൻ പറ്റൂ. പറയടോ, അതാരാ? അയാൾ പല റോളും ഉണ്ടോ? അയാൾക്ക് സൈഡ് റോളാണോ, ഗസ്റ്റ് റോളാണോ, അതോ മെയിൻ റോളോ? ഇതല്ല നാടകവും. അതെ, അങ്ങനെയല്ലേ ഷേക്സ്പിയറും പറഞ്ഞിട്ടുള്ളത്. All the world is a stage, and all the men and women merely players. They have their exits and their entrances, and one man his time plays many parts. അപ്പോൾ എങ്ങനെ? ബാക്കി പറയുമല്ലേ? പ്രോമിസ്, ഇനി താനായിട്ട് സ്പേസ് തരാതെ ഞാൻ ഒന്നും ചോദിക്കില്ല. ദേ, എന്റെ ക്യൂരിയോസിറ്റി ഞാൻ പൂട്ടി പോക്കറ്റിലിട്ടു. ഹൗ ഗ്രീൻ സിഗ്നൽ. അപ്പോൾ ശേഷം ഭാഗം സ്ക്രീനിൽ. உன்னை